ഞാൻ അല്ല അതൊക്കെ പിന്നെ തോമസിൻ്റെ കാര്യം ഞാനും പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ ആദ്യകാലമായിട്ട് എൻ്റെ എഴുതിയതല്ലേ നമ്മൾ ചെയ്തത്. ഞാൻ എന്നെ അദ്ദേഹം ഈ സിനിമയെക്കുറിച്ച് കഥ പറയാനായിട്ട് എൻ്റെ വീടിൻ്റെ അടുത്ത് ഇവിടെ നമ്മളിപ്പോൾ ഇരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ അവിടെ ഒരു എൻ്റെ വണ്ടിയിൽ വെച്ചിട്ട് എൻ്റെ മോനും ഞാനും ഇരിക്കുമ്പോഴാണ് എൻ്റെ കഥ പറയുന്നത്. കഥ പറഞ്ഞു കഴിഞ്ഞിട്ട് അദ്ദേഹം ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ കൂടെ ആളുണ്ടായിരുന്നു, ജോസ് ഉണ്ടായിരുന്നു. കഥ കേട്ടു, എല്ലാം കഴിഞ്ഞു. ഞാൻ തിരിച്ചു പോണ വഴിക്ക് എൻ്റെ കൊച്ചനോട് പറഞ്ഞു, ഒപ്പിച്ച് അത് നല്ല കഥയാണ്, അത് ഒപ്പിച്ച് ഏറ്റെടുക്കണം കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഒരു പാവങ്ങളാണ് ഒരു സാധനം പറഞ്ഞു. അത് ഇദ്ദേഹത്തോടെ പറയുകയും ചെയ്തു. അവിടെ വെച്ചിട്ട് തന്നെ പറഞ്ഞു, ഇങ്ങനെ എൻ്റെ മോൻ ഇങ്ങനൊരു സംഭവം പറയും. നമ്മൾ ഏറ്റെടുത്തു, ചെന്നിട്ട് നല്ല രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും എടുത്തു. പിന്നെ ഞാൻ കുറേ എണ്ണം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഞാൻ എന്തൊരു സിനിമ എഴുതിയാണ്. അപ്പം എനിക്ക് ഒരു വ്യത്യസ്തത തോന്നിയെന്ന് പറഞ്ഞാൽ ആവശ്യമുള്ള അല്ല ഇത് മതി അല്ലേ, ഇത് മതി. അവർക്ക് ഔട്ട് കറക്റ്റാണ്. അവരിപ്പം വേറെ ഓഡിയൻസ് ഒന്നും ഇല്ല കേൾക്കാം, അവർക്ക് ഔട്ട് കറക്റ്റാണ്. എൻ്റെ ഏരിയ ഇതില്ല, ഇലക്ട്രോണിക്സ് ഇലക്ട്രീഷ്യൻ പ്ലംബർ വിത്ത് വൈൻഡറാണ്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും അറിയാൻ വേണം മൈക്കിനെ കുറിച്ച്. പിന്നെ മൈക്കോട്ടല്ലേ ജീവിച്ചു വന്നേ, മൈക്ക് അവിടെ പിടിക്കുന്നത് എന്താണെന്നൊക്കെ നമുക്ക് കറക്റ്റ് അറിയാം. ഇങ്ങനെ പിടിച്ചാലും ഇങ്ങനെ പിടിച്ചാലും അപ്പോൾ എന്താണേലും എനിക്ക് അവിടെ ചെന്നിട്ട് ആവശ്യമുള്ള ഒരു കാര്യം എന്താണ് ആവശ്യം, അതായത് ഒരു ആക്ടറെ ബുദ്ധിമുട്ടിക്കുന്ന ഇടപാടൊന്നും ചെയ്തില്ല. കാരണം വെച്ചാൽ അത് ചെയ്യണം, ഇത് ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഈ റേഞ്ചിൽ നിന്ന് ആ റേഞ്ചിൽ നിന്ന് ഒന്നുമില്ല. അതൊക്കെ ഞാൻ സംസാരിച്ച് പോയതാണ്. ഞാൻ കുറേ ആൾക്കാരോട് സംസാരിച്ച് ഈ പടം കഴിഞ്ഞ് കഴിയുമ്പോൾ ആവശ്യമുള്ള കാര്യം പറയും, അത് മാത്രം എടുത്താൽ മതി. അത് ഒരു ആക്ടറുടെ അടുത്ത് നിന്ന് മാത്രമല്ല, DOP അടുത്താണേലും സാറേ എനിക്കത് മതി, എനിക്ക് പിന്നെ ഒത്തിരി വേണ്ട അത് എന്നൊക്കെ പറഞ്ഞ് എടുത്ത ഒരു പടം. അപ്പോൾ എനിക്ക് കഥയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ ഈ കഥ കേൾക്കുന്നൊരു വലിയ സംഭവമൊന്നും എനിക്ക് ഇല്ലാത്ത ഒരാളാണ്. ഞാൻ എൻ്റെ വള്ളയിലൊക്കെ കേട്ടിട്ട് പിന്നെ ചോദിച്ചു പോകുന്ന ഒരാളാണ്. അങ്ങനെ ചോദിച്ചു പോയി അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നു. ആ പറഞ്ഞു തന്ന പോലെയൊക്കെ ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും ഒരു പ്രത്യേകതയുള്ള ഒരു വ്യത്യസ്തമായ ഒരു ചിത്രമാണ്. അത് എനിക്ക് തന്നെ എപ്പോഴും മനസ്സിലായിട്ടില്ല എന്നാണ് ഞാൻ സത്യമായിട്ടൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് ഈ സിനിമ എന്താണ്, എങ്ങനെയാണ് ഇതിൻ്റെ ക്ലൈമാക്സ്, ഇതിൻ്റെ എന്താണ് എന്നെ അങ്ങോട്ട് വിട്ടു, എൻ്റെ ഭാര്യയായിട്ട് ചേച്ചി ചേച്ചി എന്നല്ലാണ്ട് ഞങ്ങൾ സുഹൃത്ത് മെയിന് അത് പറഞ്ഞ് ചേച്ചിന്ന് വിളിച്ചെന്നും പറഞ്ഞിട്ട് അമ്പിളി എന്നാണ് പേര്. അപ്പം ഇവർ കട്ടയ്ക്ക് നിന്ന് അറിയാലോ, നമ്മൾ പരിചയപ്പെടുത്തേണ്ട ആളൊന്നുമല്ല. അപ്പം അദ്ദേഹവും എൻ്റെ കൂടി ഞങ്ങൾ എന്തൊക്കെ അദ്ദേഹം ചെയ്യിപ്പിച്ചു. അങ്ങനെ ചെയ്യിപ്പിച്ചിട്ട് പാലക്കാട് വേറൊരു സിനിമ നടക്കുന്ന സമയത്ത് തന്നെ കുറേ കട്ടിങ്സ് കൊണ്ട് അദ്ദേഹം കാണിച്ചു തന്നെ എന്നെ കാണാനായിട്ട് വന്നപ്പോൾ ഞാനിത് കണ്ടു കഴിയുമ്പോഴത്തേക്കും എനിക്കൊരു വല്ലാത്ത ഒരു അനുഭവം എനിക്ക് തോന്നി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഇതെന്താ ഈ കാണിച്ചു വെച്ചേനെ, ഇതെങ്ങനെയാണ്, ഇതെന്താ അത് എന്നൊക്കെ എനിക്കൊരു സംശയം ഒക്കെ ആയിട്ട് എനിക്ക് അടക്കമുണ്ടോ. കാരണം വെച്ചാൽ 20 കൊല്ലമായി സിനിമ കണ്ടിരുന്നു. ഞാൻ പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ള 10-20 കൊല്ലം ആറാവും. ഞാൻ സിനിമ കാണാത്ത ആളായതുകൊണ്ട് ഇങ്ങനെയൊക്കെ പലവരും കൊണ്ട് കട്ടിപ്പിച്ചൻ കാണിക്കുക കാണുന്നതുകൊണ്ട് ഞാൻ ഒരു വല്ലാത്ത ഒരു സംഭവത്തിലേക്ക് എന്താണെന്നുള്ള കാര്യം ഇതിൻ്റെ ഔട്ട് സിനിമ കണ്ടാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും പറഞ്ഞ് ക്ലൈമാക്സ് വരെ പറയുകയാണെങ്കിൽ സാറിനെ പറ്റുകൊണ്ടിരിക്കും. എന്തായാലും ഒരു മനോഹര സിനിമയാണ്. ആ സിനിമ മനോഹരത്തിൻ്റെ അല്ല, അതിന് ഒരു കാര്യം കൂടെ പറയാനുള്ളൂ. ഇച്ചിരി നീണ്ടുമെന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ട്, എനിക്ക് 1 മിനിറ്റ് കൂടി തരാമോ? അതെന്നു വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ ചെറുപ്പക്കാരുടെയൊക്കെ ഇടയിൽ നടക്കുന്ന, നമ്മൾ ആക്ഷേപിച്ച് വർത്താനം പറയുമൊന്നുമല്ല, ചെറുപ്പക്കാർ എനിക്കും മോനുള്ള, എനിക്ക് 21 വയസ്സുള്ള പയ്യനും ഒക്കെ ഉള്ള മക്കളൊക്കെ ഉള്ള, അപ്പം അവരൊക്കെ ആ മാതാപിതാക്കളും ഒക്കെ ഒന്ന് അടങ്ങി വന്ന് ഈ സിനിമ കാണേണ്ടതാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മളെ കൈവിട്ട് പിള്ളേരൊക്കെ ഒന്ന് കൈവിട്ടൊക്കെ പോകാമല്ലോ, ഒന്ന് കൈവിട്ട് പോകും, നമ്മൾ പിടിച്ചു കൊടുത്തും അവർ പറഞ്ഞ് മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കും. അപ്പോൾ അങ്ങനെയൊക്കെ പിള്ളേരെ കൊണ്ടു നടക്കണം ഇന്നത്തെ കാലത്ത്. അപ്പോൾ ഞാനൊക്കെ എൻ്റെ ചെറുപ്പം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ പള്ളിക്കൂടത്തിൽ നിന്ന് വന്നു എന്തെങ്കിലും വട്ടോ കിട്ടോ അതൊക്കെ എടുത്ത് റോട്ടിൽ ഇട്ട് കളിക്കും. 6:30 ആകുമ്പോൾ വീട്ടിൽ കയറും. നമ്മൾ എൻ്റെ കഞ്ഞിയും വെള്ളവും ഊറ്റി കുടിച്ചോ തന്നു കിട്ടിയ അങ്ങനെ കിടന്നുറങ്ങിയ ചരിത്രമൊക്കെ ഉണ്ട്. അന്ന് പ്രേമമില്ല. ഇതുപോലെ നമ്മൾ ഏതെങ്കിലും വാഗമൺ പോലുള്ള സ്ഥലത്ത് പോയി കിസ്സിങ്
പോയിൻ്റോ ഏതോ ഒക്കെ ഇതിലെ കണ്ടു എനിക്കന്ന്. അങ്ങനത്തെ ഉള്ള പരിപാടി നമുക്കന്നില്ലല്ലോ, പേടിയല്ലേ. അപ്പോൾ നമ്മളൊക്കെ അങ്ങനത്തെ ഇന്നത്തെ ചെറുപ്പക്കാർ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം. അവരാണ് ഇനി ഈ നാടിൻ്റെയൊക്കെ ഏറ്റവും വലിയ ആൾക്കാർ. അവരൊക്കെ വളർന്നു വരുന്നിട്ട് ഇന്ന് കാണുന്ന സംഭവമൊക്കെ മാറ്റിമറിച്ച് നന്നായിട്ട് കൊണ്ടുപോകണം. അപ്പം അത് ആ വിഷയമൊക്കെ ഇന്നത്തെ സംസാരിച്ച് പോകുന്നുണ്ട്. അപ്പോൾ കണ്ടു വന്ന ഒരു ചേട്ടൻ പാവം, എൻ്റെ പേര് പ്രഭാകര അതൊക്കെ ഒരു എനിക്കറിയാം പ്രഭാകരൻ എന്നൊക്കെ പറഞ്ഞ ഒക്കെ ആയിരുന്നു. പക്ഷേ എൻ്റെ വൈഫ് വിളിക്കുന്ന പ്രഭാകര മോനെ എന്നാണ്. പ്രഭാകര മോനെ എന്നട കള്ള, എന്നെ വിശേഷം, അങ്ങനെയൊക്കെയുള്ള സംസാരമൊക്കെയാണ്. അപ്പോൾ എന്താണെന്ന് ആ സിനിമ കാണുമ്പോൾ അറിയാം. ഏതായാലും അമ്പിളിയും പ്രഭാകര മോനും തമ്മിലൊരു സംഭവം. അത് കൂടാതെ ഈ സാറൊരു സാധനം ചെയ്തിട്ടുണ്ട്. അത് എന്താണെന്നുള്ള സംഭവം അത് സിനിമ കാണുമ്പോഴേ പറയുള്ളൂ. ഒരു പ്രത്യേക ഇന്നേ വരെ അദ്ദേഹത്തിൻ്റെ അടുത്ത് വരാത്ത, അദ്ദേഹം സിനിമ കണ്ടമാനമൊന്നും അഭിനയിച്ചില്ല, ഡയറക്ടർ അറിയാതെ ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അദ്ദേഹം ചെയ്തതിനകത്ത് ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയ ഒരു സംഭവം അദ്ദേഹത്തിൻ്റെ ഒരു കഥാപാത്രമാണ്. പിന്നെ ഒരു ആത്മസുഹൃത്താണ്, പറയേണ്ട ആവശ്യമില്ല. ഇന്ന് കൺട്രോളറും അഭിനേതാവും ഒക്കെ ആയമാർ ഇന്ന് മലയാള സിനിമ അടക്കി വാഴാൻ പോകുന്ന ഒരാളാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പോർഷൻ കറക്റ്റായിട്ടാണ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹം എഴുതി വെച്ച സാധനം ഇദ്ദേഹം കൂടെ കൂടി കറക്റ്റാക്കിയപ്പോൾ ഞങ്ങൾക്ക് എളുപ്പമായി, ആവശ്യമുള്ള ചെയ്താൽ മതി. അങ്ങനെ ഒരു മനോഹര സിനിമ ചെയ്തു വെച്ചിട്ട് ഇദ്ദേഹം അത് ദൈവത്തെ ഓർത്ത് പൈസയ്ക്ക് ബുദ്ധിമുട്ടൊക്കെ കാണും എങ്കിൽ പോലും ടിക്കറ്റ് എടുത്താൽ ഒന്ന് തിയേറ്ററിൽ ചെന്ന് കാണുകയൊക്കെ ചെയ്യുവാണെങ്കിൽ ഞങ്ങൾക്കൊരു അനുഗ്രഹമാവും. അങ്ങനെയൊക്കെയാണ് പറയേണ്ടത്. ഇപ്പോൾ പൈസ ഇല്ലെങ്കിൽ ആൾക്കാരെ പൈസ ഇല്ലാത്തവരോട് സിനിമയെന്ന് കാണാൻ പറയും. ഒരപേക്ഷ വയ്ക്കാം, അപേക്ഷിക്കുന്നു. നല്ല സിനിമ, കാരണം ഒരു വെറൈറ്റി സിനിമയാണ്, വെറൈറ്റിയാണ്. ഒരു സംഭവം ഉണ്ട് അതിനകത്തുനിന്ന് കാണും. അപ്പോൾ നമ്മൾ ആ പറഞ്ഞ ആ പിള്ളേരുടെ സെറ്റും കാര്യങ്ങളൊക്കെ റെഡിയാവും. ഞാൻ എൻ്റെ വൈഫ് അമ്പിളിക്കുന്ന കൈമാറി നോക്കട്ടെ, മൈക്ക് വള്ളംകളി പോലെ. ഞാൻ എന്നെ എല്ലാവർക്കും അറിയായിരിക്കും, ഞാൻ കുറേ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു സീൻ 2 സീൻ, അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരിക്കൽ പോലും സിനിമയെ ഇത്ര ആഴത്തിൽ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നേ ഇല്ല. അപ്പോൾ ഈ സിനിമയിൽ എന്നെ വിളിക്കുമ്പോൾ എന്നോട് പറഞ്ഞു കഥയൊന്നും ഞാൻ പറയത്തില്ല, അത് ചേച്ചിയോട് ഒരിക്കലും ആ കഥ ഞാൻ പറഞ്ഞു തരത്തില്ല മുഴുവനും, അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ കഥ അറിയാതെയാണ് ഞാൻ ഈ സിനിമയിൽ സിനിമയിൽ പറഞ്ഞതുപോലെയൊക്കെയാണ് ചെയ്തത്. പേര് എൻ്റെ സിനിമയിൽ അമ്പിളി എന്നാണ് പേര്. ഇപ്പം ഒരു പാട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആ പാട്ട് എന്താണോ ആ ഒരു മൂഡായിരുന്നു എനിക്ക് ഫീൽ ചെയ്തത്. കാരണം എൻ്റെ പോർഷനൊക്കെ അങ്ങനെയാണ്. ഈ പ്രഭാകര മോനെ ഭയങ്കര സ്നേഹിക്കുകയും ഒപ്പം അടക്കി നിർത്തുകയും ചെയ്യുന്ന ഒരു ആളായിട്ടായിരുന്നു, ഒരു ഭാര്യയായിട്ടായിരുന്നു ഞാൻ ഈ സിനിമയിൽ. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഇത്രയും ദിവസം തുടർച്ചയായിട്ടൊരു സിനിമയിൽ ഞാൻ ആദ്യമായിട്ട് ചെയ്യുക. എനിക്കതിൽ അപ്പോൾ ഈ ഇക്കായെക്കുറിച്ച് എല്ലാവരും പറയും എന്നോട്, ഇക്കയുടെ നായികയായിട്ടാണ് അഭിനയിക്കാൻ പോകുന്നത് പറയുമ്പോൾ എല്ലാവരും പറയും ഭയങ്കര ചൂടനാണ്. അപ്പോൾ നമ്മളൊക്കെ തെറ്റിക്കുവാണ്, 2 പ്രാവശ്യമൊക്കെ ചെയ്തിട്ട് തെറ്റിക്കുവാണെങ്കിൽ ഭയങ്കര ദേഷ്യപ്പെടുമെന്നൊക്കെ എന്നോട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് ആദ്യമായിട്ട് ചെയ്യല്ലേ. എവിടുന്നോ സൈഡിൽ നിന്നൊക്കെ പാര വരുന്നുണ്ട്. എനിക്ക് സത്യമായിട്ടും ഞാനപ്പോൾ അങ്ങനെ ഭയങ്കര പേടിച്ചിട്ടാ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ പക്ഷേ അങ്ങനെയല്ല, ഇങ്ങനെ നല്ലതായിട്ട് കുറച്ചും കൂടി ഇങ്ങനെ ചെയ്യണം, എങ്ങോട്ട് നോക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുമ്പോൾ സത്യത്തിൽ എനിക്ക് കിട്ടിയ പിക്ചർ എത്ര വേറെ ആയിരുന്നു ഞാൻ വിചാരിച്ചു. എല്ലാവരും അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. ശരിക്കും ഈ 2 പുള്ളിക്ക് ഒട്ടും സമയമില്ലാത്ത ആളാണ്. അവിടെ 2 പ്രാവശ്യത്തിനുള്ളിലൊന്നും തെറ്റിക്കരുത്, 2 ടേക്ക് എടുത്തിട്ട് പിന്നെ പുള്ളിക്ക് ദേഷ്യം വരും എന്നൊക്കെ എന്നോട് പറഞ്ഞിരുന്നത്. പക്ഷേ ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു. വിഷ്ണു എന്നോട് എപ്പോഴും പറയും, ചേച്ചി ഒന്നും പേടിക്കണ്ട, ചേച്ചി ഇങ്ങനെ അഭിനയിച്ചാൽ മാത്രം, ചേച്ചി ഇങ്ങനെ പറയുന്ന പോലെ അങ്ങ് ചെയ്താൽ മാത്രം മതി, ഒരു പാടുമില്ല എന്നിങ്ങനെ പറയും. അപ്പം ഭയങ്കര ആത്മവിശ്വാസം. അങ്ങനെ എനിക്ക് തോന്നുന്ന ഒരു 10-11 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇപ്പോൾ എനിക്ക് കുഴപ്പമില്ല, എനിക്ക് എന്തും ചെയ്യാം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് ഞാൻ എത്തിയായിരുന്നു. എന്തായാലും നിങ്ങളെല്ലാവരും സിനിമ കാണണം. ആ പാട്ട് പോലെ തന്നെ അത്രയും സ്വീറ്റാണ്. എൻ്റെ ക്യാരക്ടർ, എൻ്റെ ഭാഗം മൊത്തം അങ്ങനെയാണ്. ഭയങ്കര സന്തോഷം അത്. ആ പാട്ടിൻ്റെ ഔട്ട്പുട്ട് ഇങ്ങനെ വരുമ്പോൾ ഞാൻ തന്നെയാണോ ഇത്രയും നന്നായിട്ടൊക്കെ ഞാൻ ചെയ്തതെന്ന് എനിക്ക് തന്നെ തോന്നി. അപ്പം വിഷ്ണു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി സിനിമ മുഴുവനും അങ്ങനെയാണ്,
ഭയങ്കര സസ്പെൻസാണ്. അപ്പോൾ ചേച്ചി ഉറപ്പായിട്ടും ഇത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും എന്നോട്. ഞാനും സിനിമ കാണാൻ വേണ്ടി ഭയങ്കര ആകാംക്ഷയിലിരിക്കുക. കാരണം എനിക്ക് ഈ സിനിമയുടെ കഥ ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇക്ക ഇതുവരെ ചെയ്തിട്ടുള്ള സിനിമകൾ നോക്കുകയാണെങ്കിൽ ഇത് എടുത്തു പറഞ്ഞ കുറേ കഥാപാത്രങ്ങളുണ്ട്. നമ്മുടെ കട്ടപ്പനയിലെ ഋത്തികോശിലെ കഥാപാത്രമായാലും ഈശോയിലെ കഥാപാത്രമായാലും അങ്ങനത്തെ ഓരോ ഡിഫറെൻ്റ് ആയിട്ട് ഒരു ജോണും ഡിഫറെൻ്റ് ആണല്ലോ. ആ കഥാപാത്രം എപ്പോഴും ആളുകളുടെ മനസ്സിലുണ്ട്. ഇപ്പം ഈ സിനിമയിലെ തന്നെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ കുറച്ചുകൂടി യൂത്തായിട്ട് ബൈക്ക് ഓടിക്കുന്നതായിട്ട് യൂത്ത് വൈബായിട്ട് നിൽക്കുന്ന ഒരാളൊക്കെ എടുത്ത് ഞങ്ങൾ. ശരിക്കും അങ്ങനത്തെ ഒരു വൈബായിട്ടുള്ള ഒരാളാണോ? കണ്ട ചോദിച്ചടിച്ചിട്ട് ക്ലൈമാക്സ് അല്ലേ എന്നാലോചിക്ക്. മണിച്ചിത്രത്താണ് സിനിമ കാണാനായിട്ട് വിചാരിച്ചില്ല. അപ്പോൾ കണ്ടിട്ട് ഇറങ്ങിയാൽ പറയാം കാണണ്ട ഒരു സുഖമില്ല. ആ നാഗവല്ലി ഇപ്പം ശോഭനാന്ന് എന്ന് പറഞ്ഞാൽ പോയില്ലേ പണം കൊണ്ടുവരും. ഇത് എനിക്കറിയത്തില്ലെന്ന് ഞാൻ സത്യം പറഞ്ഞാൽ. ഞാനും അമ്പിളിയും സത്യം പറഞ്ഞാൽ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു ഈ കഥ അങ്ങനെ മൊത്തത്തിൽ കേട്ടിട്ട് അങ്ങനെയൊന്നുമല്ല. അപ്പം അതിൻ്റെ നമ്മുടെ ആ പോർഷൻ എങ്ങനെയാണെന്ന് അറിയാം. അപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കും. അത് തന്നെ നമ്മൾ കുറച്ച് ഡേറ്റൊക്കെ കൊടുത്തുള്ളൂ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഷൂട്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ പോർഷൻ അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അന്നും പറഞ്ഞില്ല. മാർട്ടിൻ ബിക്കാറ്റിൻ്റെ പടം ഞാൻ ചെയ്തു മുഖ്യമന്ത്രിയായിട്ട് അഭിനയിച്ച് കഴിയുമ്പോഴത്തേക്ക് രണ്ട് കഥ പറയാൻ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാറേ അതിന് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് മാറിയിരിക്കുക. ആ പള്ളിപ്പുറത്ത് തേവര കോളേജിൽ ഇരുന്നിട്ട് ഒരു പട്ടത്തിൽ അതിനകത്ത് കോളേജ് നടക്കുന്നതിൻ്റെ റൂമിൽ ഇരുന്നിട്ട് എന്നോട് പറഞ്ഞു അങ്ങനെയല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് അങ്ങനെ അത്രേ ഉള്ളൂ. അപ്പം ഇതും അങ്ങനെ ചോദിച്ചു. അപ്പോൾ എനിക്ക് ഇത് എങ്ങനെയെങ്കിലും ഞാൻ കാണുന്നില്ല. ഞാൻ പടം കാണാനില്ലാത്ത ആളായതുകൊണ്ട് ഇത് ഒട്ടൊന്ന് കണ്ടാലോ എന്നൊക്കെ ഒരു ആഗ്രഹമൊക്കെ ആയിട്ട് തോന്നുക. അല്ല തമാശല്ല ഇത് ഒട്ടൊക്കെ തുടങ്ങിയാലോ എനിക്ക് കാഴ്ച അങ്ങനെയൊക്കെയാ. ഞാൻ ഒന്നും അറിയത്തില്ല കേട്ടോ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങനെയാണ് അത് അതിൻ്റെ പോക്ക് അങ്ങനെയാണ്. അതിൻ്റെ പോക്ക് റൂട്ട് അങ്ങനെയാണ് ഈ സിനിമയുടെ. അതുകൊണ്ടാണ് ഞാൻ ഒരു സിനിമയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ ചാനലുകൾ വന്നിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഒരു ബോധ്യം വരില്ല. എനിക്ക് എൻ്റെ ഉള്ളിൽ ബോധ്യമുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞു ആവശ്യമുള്ള മാത്രം സാധനം ചെയ്യിപ്പിച്ചിട്ട് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ജോലി കുറച്ച് എന്ന ഡയറക്ടറായിരിക്കണം. അത് ഞങ്ങളുടെ ക്രൂസിന് കംപ്ലീറ്റ് ജോലിയില്ലായിരുന്നു. പിന്നെ ഇച്ചിരി നല്ല അന്നവും വെള്ളവും കിട്ടി അടിപൊളിയായിട്ട് എല്ലാ കേസുകളും തീർത്ത് എല്ലാം ചെയ്ത് മര്യാദയായിട്ടിരിക്കുന്ന ഒരു മര്യാദ പടമാണെന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ ഒന്ന് മര്യാദയ്ക്ക് ഞങ്ങളൊന്ന് പറയുക, ഒന്ന് എങ്ങനെയെങ്കിലും ഇച്ചിരി ചില്ലറയൊക്കെ ഉണ്ടാക്കി വന്ന് മര്യാദയോടുകൂടി ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നല്ല മര്യാദയുള്ളൊരു സിനിമ നമുക്ക് ആസ്വദിക്കാമെന്നാണ് ഞാൻ പറയുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി അങ്ങനെ പറയാനൊന്നും അറിയാനൊന്നും പാടില്ല. പിന്നെ നിങ്ങളെല്ലാവരും കൂടി നിങ്ങളൊക്കെ അല്ലേ ഇപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതൊക്കെ. സത്യം പറയാം, ഉള്ള കാര്യം പറയാം. ആരൊക്കെ എനിക്ക് വിമർശിച്ചാലും കാര്യമില്ല. പിന്നെ അതിനകത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ലതിനെ നല്ലതാക്കി പറയുക. പിന്നെ ആരുടെയെങ്കിലും ഒരാൾ വന്നിട്ട് പറയുക ഞങ്ങളുടെ സിനിമയെക്കുറിച്ച് ഇച്ചിരി കൂട്ടി പറഞ്ഞ് നിങ്ങൾ ആ മറ്റേ സിനിമയിൽ ഇച്ചിരി കുറച്ച് പറയാമോ, അതിനകത്തൊന്നും നമ്മൾ ഇടപെടാതെ നമുക്ക് അന്തസ്സായിട്ട് നിങ്ങൾക്കൊരു ജോലി വന്നിട്ടുണ്ട്. എല്ലാം വിദ്യാഭ്യാസമുള്ള പിള്ളേരും കാര്യങ്ങളൊക്കെ ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കണം, നമ്മൾ മര്യാദയ്ക്കുള്ള പൈസ വീട്ടിൽ കൊണ്ട് കൊടുക്കാവുള്ളൂ. അപ്പം മര്യാദയായിട്ട് ദഹിക്കും, മര്യാദയായിട്ടുള്ള സാധനം പുറപ്പെടുവിക്കും. അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാകുന്ന ഒരു പുറപ്പെടുവിക്കലായി പോകും. അതാണ് സത്യസന്ധതയില്ലാത്ത പൈസയ്ക്ക് പൊട്ടലും ചീറ്റിലും കാണും. അപ്പം നമുക്ക് അത് വേണ്ട. അതുകൊണ്ട് നിങ്ങൾ സഹായിക്കണം. ഇങ്ങനത്തുള്ള ചെറു പടങ്ങളെ നിങ്ങൾ സഹായിക്കണം മക്കളെ. ഇങ്ങനത്തെ കുഞ്ഞു പടമായത്, പക്ഷെ ഞങ്ങൾക്ക് വലിയ പടമായത്. അപ്പം നിങ്ങളെപ്പോലെ ഉള്ളവർ ഇന്ന് ഒന്ന് അന്തസ്സായിട്ട് കണ്ടിട്ട് ഇന്ന് പറയണം. കാര്യം വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് ഏതൊക്കെ ആൾക്കാരുടെ അസോസിയേറ്റായിട്ട് വന്നിട്ടുള്ള ആളാണെന്നറിയും. അപ്പം അദ്ദേഹത്തിന് ഞാൻ ഇങ്ങനെ ഒരു ഡയറക്ടറെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല കേട്ടോ. അതിന് തൊട്ടപ്പുറത്ത് ഡയറക്ടർ തന്നെ ആയിരിക്കണം. ഞാൻ ആ സാറിൻ്റെ പടം ചെയ്തിട്ടുമില്ല. എൻ്റെ നാട്ടിലായിരുന്നു എബി എന്ന് പറഞ്ഞതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ എനിക്ക് ഒരു ചാനകലം ഉണ്ടായിരുന്നു. പക്ഷെ അന്നേരം ജല്ലിക്കെട്ടോ അവിടെ പടം നടക്കുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആ സാറൊക്കെ ഇരിപ്പുണ്ട്. ഞാനിതെല്ലാം പൊതുവായിട്ട് പറയുന്ന കേട്ടോ. നമുക്കെല്ലാ പടവും വിജയിക്കണം. ഞങ്ങളുടെ പടം വിജയിക്കണം, മറ്റേ പടം തോറ്റു പോകണമെന്നല്ല പറയുന്നത്. ഇൻഡസ്ട്രിയിൽ നിലനിൽക്കണമെങ്കിൽ എല്ലാ പടവും വിജയിക്കേണ്ട രീതിയിൽ. അപ്പം നിങ്ങളെല്ലാവരും അതിനകത്ത് നമ്മളിപ്പോൾ നിങ്ങളെക്കുറിച്ചൊക്കെ നല്ല സന്തോഷമുണ്ട്. ഞാനൊക്കെ അനുഭവിച്ച കഥകളൊക്കെ അറിയാൻ പാടില്ല ചാനലിൽ കൂടെ. അപ്പോൾ അതൊക്കെ ഞാൻ അനുഭവിച്ച ആളാണ്. എന്നെ ആരും പിന്നെ ഒരു പത്രത്തിൻ്റെ മൂല കൊണ്ട് ജാഫ്രടിക്ക് അതിനകത്ത് നിരപരാധിയാണെന്ന് എഴുതി ഞാൻ കണ്ടില്ല. അറിയാലോ, ചരിത്രമൊക്കെ അറിയാൻ പാടില്ലേ, എല്ലാവർക്കും അറിയാവുന്നവർക്ക്. അപ്പം നമ്മൾ എല്ലാവർക്കും കുടുംബവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. നിങ്ങൾക്കും ഉള്ള ഞങ്ങൾക്കും ഉള്ള അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാണ് എല്ലാവരും പോകുള്ളൂ. ഇപ്പം അടുത്ത കാലത്തൊക്കെ നിങ്ങളെ അങ്ങോട്ട് തിരിച്ചു പറയുന്ന ആൾക്കാരൊക്കെ വന്ന് ചാടിയിട്ടുണ്ട്.
അപ്പം നിങ്ങളിതിലൂടെ കേട്ടിട്ട് ഇതിലൂടെ ഇറക്കി വിട്ടാൽ നിങ്ങൾക്ക് വേറെ ജോലിയില്ല, നമ്മൾ അഭിമാനമുള്ളവരില്ല, അഭിമാനത്തോടുകൂടി വർക്ക് ചെയ്യുക. അപ്പം ഞങ്ങളുടെ ഈ പടത്തിന് നിങ്ങൾ ഒന്ന് കണ്ടു കേട്ട് ഒരു പ്രൊമോഷനൊക്കെ ചെയ്ത് കണ്ടിട്ട് സത്യസന്ധമായിട്ട് ചെയ്താൽ മതി. സത്യസന്ധമായിട്ട് ഈ പടം അങ്ങോട്ട് ഈ സാറങ്ങോട്ട് തരും. അപ്പം നല്ലൊരു പടമാണ്, ഒന്ന് കാണണമെന്ന് അപേക്ഷിക്കുന്നു. ഇനി ഞാൻ മൈക്ക് ആർക്ക് കൈമാറണം? ഡയറക്ടർ കൈമാറണം. അപ്പോൾ കൺക്ലൂഷൻ അല്ലേ? ഇങ്ങനെ എന്നെ വിളിച്ചപ്പോൾ ഞാൻ കഥ അതിൽ സ്ക്രിപ്റ്റ് ഒന്ന് തരാമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇല്ല ചേച്ചി അത് ഓക്കെ. അപ്പോൾ പറഞ്ഞു അത് ചേച്ചി ജാഫ്രിക്കയുടെ വൈഫായിട്ട് ചേച്ചി അഭിനയിച്ചാൽ മാത്രം, ജീവിച്ചാൽ മാത്രം മതി, അല്ലാതെ ഇതിൻ്റെ കഥ പറയുക എന്ന് പറഞ്ഞാൽ കുറച്ച് കഥ പറയില്ല. അത് കാരണം അത് ആരോടും അതിൽ അഭിനയിക്കുന്നവരൊക്കെ പലരോടും പറഞ്ഞിട്ടില്ല ഈ കഥ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ പിന്നെ എന്തായാലും കഥ അറിയത്തില്ല, അപ്പോൾ പറയുന്നത് അതുപോലെ ചെയ്യാന്നുള്ളതല്ലാതെ. പിന്നെ എന്ന് വെച്ചാൽ ഞങ്ങളിങ്ങനെ പാട്ടൊക്കെ പാടി, ഇക്ക ഭയങ്കര പാട്ടുകാരനാണ്, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാട്ടൊക്കെ പാടും. അപ്പം ഞാൻ കൂടെ പാടും, ഇക്ക തെറ്റിച്ച് പാടുമ്പോൾ ഞാൻ ശരിക്കും പാടും. അങ്ങനെയൊക്കെ ഭയങ്കര സഹകരണമായിട്ടൊരു ഒരു ഒരു വീട് പോലെ അങ്ങനെ പോവുമായിരുന്നു. ശരിക്കും താമസിക്കുന്നതും എല്ലാം ലൊക്കേഷനും എല്ലാം ഒരേ സ്ഥലത്ത് തന്നെ. അങ്ങനെ കുറച്ച് നല്ല അനുഭവങ്ങളുള്ള, എനിക്കൊരു പക്ഷേ എനിക്ക് എൻ്റെ ലൈഫിൽ ഇനി കുറേ സിനിമ വന്നാലും ഇനി ഒന്നും വന്നില്ലെങ്കിലും ഇതെൻ്റെ ഏറ്റവും ബെസ്റ്റ് സിനിമയും ബെസ്റ്റ് അനുഭവങ്ങളുമായിരിക്കും. കാരണം ഞാനിങ്ങനെ എനിക്ക് ഞാൻ വായിക്കാനൊക്കെ ഇഷ്ടമുള്ള ആളാണ്. അപ്പം ഞാൻ തോമസിൻ്റെ പുറകെ നടക്കും, ഇതിൻ്റെ കഥയൊന്ന് പറയാമോ? അപ്പോൾ ഇല്ല ചേച്ചി അത് പറയാൻ പാടില്ല. അപ്പം അങ്ങനെ ആരും പറയാതെ ഒത്തിരി ഉണ്ട്, ഞാൻ കുറേ ഉണ്ട്, പക്ഷെ അപ്പോഴും എനിക്കിതിൻ്റെ ഫുൾ സ്ക്രിപ്റ്റ് അറിയില്ല. ഇക്കാട് ചോദിക്കും, ഇക്കാൻ പറയാം എനിക്ക് അറിയത്തില്ല എന്ന് പറയും. അപ്പം അങ്ങനെ ഒരു ദുരൂഹതയുണ്ട് ശരിക്കും. ഭയങ്കര ക്ലൈമാക്സിൽ മാത്രം മനസ്സിലാകുന്ന എന്തോ സംഭവം അതിലുണ്ട്. അതിൽ ഞാൻ ഇതിന് ഡബ്ബിങ്ങിന് പോകുമ്പോൾ തന്നെ എനിക്ക് ഡബ് ചെയ്യാനുള്ള ഭാഗം മാത്രമേ കാണിച്ചു തരുന്നുള്ളൂ, എല്ലാ സീനിലും ഡബ്ബിങ് ഇല്ലല്ലോ. അപ്പോൾ അപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ സംഭവിക്കുന്നത്. പിന്നെ ഒരു പൂച്ചയുണ്ട്, അപ്പോൾ എനിക്ക് പൂച്ചകളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ പൂച്ച ഉണ്ട്, അതൊക്കെ ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നി. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത ഒരു സെറ്റും എൻജോയ് ചെയ്ത ഒരു ഷൂട്ടിങ്ങും ആയിരുന്നു. മറക്കാനേ പറ്റത്തില്ല. അമ്പിളി അറിഞ്ഞിട്ടില്ല. ഞാൻ വീട്ടിൽ നിന്ന് പുറത്തു പോയി അമ്പിളിയോട് പറയാതെ അന്നൊരു സംഭവം നടന്നിട്ടുണ്ട് അല്ലേ? ഇനി ഞാൻ പറയണ്ടല്ലോ, അപ്പോൾ പറഞ്ഞ നാഗവല്ലി ശോഭനയാവും. ഒന്ന് പുറത്തു പോയി അന്നൊരു സംഭവം നടന്നിട്ടുണ്ട്. അത് പൊളിച്ചടിക്കുക പോലെയാണ് അളിയന്മാരെ അളിയത്തികളെ. ഓക്കെ, അപ്പോൾ ഓക്കെ. കഥ അറിയാതെ അഭിനയിക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ മുഖ്യധാരയിലുള്ള ആരും തയ്യാറാവാറില്ല. അപ്പോൾ ഈ കഥ അറിയാതെ അഭിനയിക്കുമ്പോൾ അഭിനയത്തിൻ്റെ പൂർണ്ണതയിലെത്താൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? എത്തുമല്ലോ, എത്തും. മോൻ്റെ കഥ പറഞ്ഞാൽ ഞാൻ എത്തി കാണിച്ചാൽ ശകലം പറഞ്ഞാൽ മതി, ഇച്ചിരി പറഞ്ഞ് ഞാൻ ഭാഗ്യം പഠിപ്പിച്ചാൽ ഒരു ഇമോഷൻ സൈഡ്. ഇപ്പം കഥയുടെ ഒരു എൻഡിൽ എന്താണെന്നുള്ളത് അറിയാതെ ആദ്യം മുതലേ അഭിനയിച്ച് അത് എത്രമാത്രം ഫലവത്താവും എന്നുള്ളത് അതിന് ഞങ്ങൾ ഡയറക്ടർ എന്ന് പറയുന്ന ആൾക്ക് സ്ക്രിപ്റ്റ് റൈറ്റർ അല്ല, ഞാൻ ഒന്ന് പറഞ്ഞൊക്കെ തരാം. ഞങ്ങൾ അവരോട് അദ്ദേഹവും ഉള്ളതിൻ്റെ സ്ക്രിപ്റ്റ് ഡയറക്ടർ, അപ്പം ഞങ്ങൾ അങ്ങോട്ട് പറയും ഞങ്ങൾ ഈ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് മൂഡിലാണ് എന്താ ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യണം. അപ്പോൾ അവരൊരു മൂഡ് പറഞ്ഞു തരും. പ്രത്യേകിച്ച് ഞാൻ മിമിക്രി ആർട്ടിസ്റ്റാണ്, ഞാൻ ഇമിറ്റേഷനാണ്, ഞാൻ അടിസ്ഥാന കലാകാരനല്ല. ഞാൻ ഓട്ടോറിക്ഷ ഡ്രൈവർ, ഇലക്ട്രോണിക്സ്, ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെയായിരുന്നു. അല്ല ഞാൻ അടിസ്ഥാന കലാകാരനല്ലെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നതാണ്. ഞാൻ മിമിക്രി ആർട്ടിസ്റ്റാണ്, ഞാൻ ഇമിറ്റേറ്റ് ചെയ്യും. ഇപ്പോൾ ചുരുളി സിനിമ പുളിക്കുന്ന ഞാൻ പേര് പറയുന്നില്ല, ഞാൻ ഒരു ചേട്ടനാണ്, എൻ്റെ നാട്ടിലെ പണ്ടത്തെ ഒരു ചേട്ടനാണ് ഞാൻ ഇമിറ്റേറ്റ് ചെയ്തത്. പറയാൻ മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹം പറഞ്ഞതിനകത്ത് ഞാൻ ചിലപ്പോൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടാവും. ഈ സിനിമയിൽ ഞാൻ ഒരാളെ കണ്ടിട്ടുണ്ടാവുന്നേ, അങ്ങനെ ഇമിറ്റേറ്റർ ആർട്ടിസ്റ്റായിരുന്നു. അപ്പോൾ എനിക്ക് കഥ അങ്ങനെ കേൾക്കണ്ട, ഇവർ പറയുന്നത് ചെയ്താൽ മതി. ലിജോ പല്ലിച്ചേരിയുടെ ജല്ലിക്കെട്ടിൽ എന്നെ പറഞ്ഞു വന്ന് അദ്ദേഹത്തിന് ഇമിറ്റേറ്റ് ചെയ്ത് ഞാൻ ഒരു 3.5 മിനിറ്റുള്ള ഷോട്ട് ഞാൻ പോയി ചെയ്തു. അദ്ദേഹം കാണിച്ചു തന്ന പോലെ അങ്ങ് ചെയ്തു. ഞാൻ ഇമിറ്റേഷനാണ്, പക്ഷേ അടിസ്ഥാന കലാ ഇതുണ്ട്, ഇവരൊക്കെ ഉണ്ട്. ഞാൻ അങ്ങനെ പറയുള്ളൂ കേട്ടോ. അതിന് ചോദിച്ചു അല്ല, അത് എനിക്ക് പറയാനുള്ള വേറെ കാര്യം, നമ്മളിപ്പം നമ്മുടെ ജീവിതം നമ്മൾ സത്യത്തിൽ നമ്മൾ എന്താണ് ജീവിക്കുന്നത്, ഇനി നാളെ എന്താകുന്നു,
നമുക്ക് ഇന്ന് രാത്രി നമുക്ക് എന്താ സംഭവിക്കുന്നത് നമുക്ക് അറിയില്ല. നമ്മൾ നന്നായിട്ട് അഭിനയിക്കുമല്ലേ, അല്ല നമ്മൾ നന്നായിട്ട് ജീവിക്കുമല്ലേ, അതിൽ കൂടുതൽ നമ്മൾ എന്താണ് അറിയേണ്ടത്? ഒരു ലൈഫ് നമ്മൾ മൊത്തം അറിഞ്ഞിട്ടല്ലല്ലോ നമ്മൾ അതിലേക്ക് ഇല്ലേ? അങ്ങനെ തന്നെയായിരുന്നു എനിക്ക് സത്യത്തിൽ ആ സിനിമ അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ എൻ്റെ ജീവിതം അങ്ങനെ ജീവിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഓക്കെ. ഓരോ സീനിന് മുമ്പും ഇതാണ് എനിക്ക് വേണ്ടത് എന്ന് വിഷ്ണു പറയാറുണ്ടായിരുന്നു. ഇതാണ് അതിൻ്റെ അവസാനം പറയണമെന്നില്ല, എനിക്ക് ഈ സീനിൽ നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് എന്നോട് പറയുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കാരണം ഇത് എന്നോട് ഒരുപക്ഷെ ഈ കഥ മുഴുവനും പറഞ്ഞാൽ ഞാൻ ആ ഒരു കൺസേണിലായിരിക്കും. എനിക്ക് പിന്നെ ബാക്കി സിനിമ ഞാൻ അഭിനയിക്കുന്നത് പോലും അങ്ങനെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിത് വേറൊരു സിനിമ ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പക്ഷെ അതിലിങ്ങനെ പറയുന്നുണ്ട് അവർ പിന്നെ ഞാൻ തുടക്കക്കാരി ആയതുകൊണ്ട് എനിക്ക് ഒത്തിരി ഹോംവർക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എന്നോടൊന്ന് പറയാമോ, ആരെങ്കിലും ഞാൻ ഈ മലയാള സിനിമ കണ്ടിട്ടുള്ള ആരെങ്കിലും ഇത് നിങ്ങൾ മനസ്സിലെങ്കിലും കണ്ടിട്ടുണ്ടോ? എനിക്കൊന്ന് കണ്ട് യൂട്യൂബിൽ നോക്കിയിട്ട് അതനുസരിച്ച് ഒന്ന് വർക്ക് ചെയ്യാനാന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞില്ല, ഒരിക്കലും ചേച്ചിയോട് അങ്ങനെ എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം എൻ്റെ മനസ്സിലുള്ള ആൾ എൻ്റെ ഏറ്റവും ഇതുവരെ മലയാള സിനിമ കാണാത്ത ഒരാൾ, അതുകൊണ്ട് ഞാനങ്ങനെ പറയില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. വേറൊരു സിനിമ ഇതല്ല, പക്ഷെ അതിൻ്റെ കഥ എന്നോട് കഥ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു മാതൃക എൻ്റെ മുന്നിൽ തന്നില്ല. ആ ഒരു എനിക്കൊന്ന് ഡയറക്ടറുടെ ഒരു കഴിവാണത്. കാരണം അവരുടെ മനസ്സിലുണ്ട് ഈ ക്യാരക്ടർ എന്താണെന്ന്, അത് മാത്രം നമുക്ക് ചെയ്യേണ്ടതുള്ളൂ. ഈ സിനിമയിൽ എനിക്ക് എന്തായാലും അതാണ് ഫീൽ ചെയ്തത്. ഇപ്പോ അതല്ലേ ഞാൻ പറഞ്ഞത്, എനിക്ക് ഡബിയാണ് ഭാഗം മാത്രമേ എന്നെ കാണിച്ചു തന്നിട്ടുള്ളൂ. ഇവർ എന്താണ് ഒരു ഔട്ട്പുട്ട് വരുന്നതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഇതെന്തായിരുന്നു ഈ പാട്ട് തന്നെ കണ്ടപ്പോൾ ഞങ്ങളോട് അങ്ങോട്ട് നടക്കാൻ പറഞ്ഞു, ഇങ്ങോട്ട് നടക്കാൻ പറഞ്ഞു, പൂച്ചെടുക്കാൻ പറഞ്ഞു, ഇക്കോയ്ക്ക് റൂം കൊടുക്കാൻ പറഞ്ഞു, അതൊക്കെ നടന്നു. പക്ഷേ അയ്യോ പാട്ട് നല്ല ഭയങ്കര ലോ പേസിൽ തുടങ്ങുന്ന ഒരു നല്ല പാട്ട്, ഭയങ്കര നല്ല മനോഹരമായൊരു പാട്ടാണ്. കാരണം എനിക്ക് എനിക്കറിയില്ലല്ലോ. ഡയറക്ടറോടാണ് ചോദ്യമാണ് ഒന്ന്, ഇങ്ങനെ ഈ കഥ മുഴുവൻ പറയാതെ ഇവരെ കൊണ്ട് അഭിനയിപ്പിച്ചെടുക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് അതെങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇതിനകത്തൊരു ടാഗ് ലൈൻ കാണിക്കുന്നുണ്ട്, നീ ആരെ കിളിഹിടി എന്നൊരു ടാഗ് ലൈൻ കാണിക്കുന്നുണ്ട്, അതെന്താണെന്നുള്ളതെന്ന് പറയാമെങ്കിൽ. ഇല്ല, വലിയ കോൺഫിഡൻസിൻ്റെ ഇതല്ല. പിന്നെ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞില്ല, നല്ല കിട്ടില്ല നടിയ നടന്മാരാണ് അവരെല്ലാവരും, മനസ്സിലായില്ലേ? ഇവരോടൊപ്പം സഹകരിക്കുകയാണ് ചെയ്തത്, കൃത്യമായിട്ട് പറഞ്ഞത്. പിന്നെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും മനസ്സിലായില്ല. അപ്പം ഞാനിപ്പോൾ ഈ പറയുന്ന നമ്മുടെ ഇപ്പം ഞാൻ ബ്ലസ്സാറിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാറിൻ്റെ ചില രീതികൾ, ചില സംഭവങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കി അതനുസരിച്ച് ഞാനൊന്ന് നോക്കി. അതായത് മൊത്തമായ കഥ പറയുമ്പോഴത്തേക്ക് ഇവർ ഓൾറെഡി പ്രിപ്പയർഡ് ആയിരിക്കും വരുന്നത്, ഇവർക്ക് അറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഇത് ഓരോ പ്രാവശ്യം ഞാൻ പറയുമ്പോഴും ഇവരുടെ എക്സൈറ്റ്മെൻറ്റ് കൂടുന്നുണ്ട്, ഇവരുടെ പെർഫോമൻസിൻ്റെ ലെവൽ കൂടുന്നുണ്ട്. വേറൊരു തരം ജാഫർക്ക് എനിക്ക് ഇതിൽ കാണാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, നീ ആരെ കിളിയടി എന്നുള്ളത് നമ്മുടെ ഒരു സോങ്ങിൻ്റെ വരിയാണ്. അപ്പം നമ്മുടെ ഈ സിനിമയിൽ ഒരു ശ്രദ്ധ കിട്ടാൻ വേണ്ടി മനസ്സിലായില്ല, അതിനാണ് അതൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിപ്പോൾ ഇന്നിപ്പോൾ ആ സോങ് റിലീസായിട്ടുണ്ട്. അത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ പരിപാടിയാണ്. 5-ാം തീയതി തീർച്ചയായിട്ടും. ഇതിനിപ്പോൾ ഞാൻ രഞ്ജിസാനോട് വർക്ക് ചെയ്യുന്നുണ്ട്, ബ്ലസ്സാനോട് വർക്ക് ചെയ്യുന്നുണ്ട്, ലിജോ ജോസ് പല്ലിശ്ശേരി, പിന്നെ എല്ലാം ഒരുപാട് സമയത്തോട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇടുക്കിക്കാരുടെ സിനിമയാണ്. ഇടുക്കിക്കാരൻ്റെ സിനിമയിൽ ഞാൻ മാത്രമല്ല ഇടിക്കുള്ളൂ. അമ്പലി ഇടുക്കി, പക്ഷേ ഇവര് വേറെ സ്ഥലം. ജോണറോ അല്ല, അങ്ങനെ ഇപ്പോൾ ഇന്നതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ മാനസികാവസ്ഥ പോലെ തന്നെയാണ്. ഒരു ദിവസം പലതരം മാനസികാവസ്ഥ ഉണ്ടല്ലോ. ഞങ്ങളൊക്കെ മാറ്റി അങ്ങനെയാണോ പരിപാടി? അതങ്ങനെ ഞങ്ങളോട് സഹകരിക്കുന്നത് മാറിയതിന് ഭയങ്കര ചൂട്, ഞങ്ങൾ പേടിച്ചു പോയി. ശരിക്കും എത്ര പേരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെയല്ല, വാന്നാളിയാ
നമ്മളങ്ങനെയല്ലല്ലോ എല്ലാവരുമായിട്ട് പോകണ്ടേ. പിന്നെ ഈ സിനിമയിൽ എൻ്റെ ഞങ്ങളൊക്കെ ഒന്നും കാണിക്കില്ല, ഞങ്ങളൊക്കെ പാവങ്ങളാണ്. അജീഷ ഉണ്ട് തിങ്കളാഴ്ച നിശ്ചയത്തിലെ, അർപ്പിതുണ്ട്, പിന്നെ സുയ എന്നൊരു കുട്ടിയുണ്ട്, ന്യൂ നോർമലിലൊക്കെ അഭിനയിച്ചിട്ടുള്ള കുട്ടിയുണ്ട്, പിന്നെ എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് ജോയി അറക്കുളം, അതേപോലെ വന്നിട്ട് പോയി, അറക്കുളം ഉണ്ട്, കണ്ണൻ ചേട്ടൻ, കണ്ണൻ സാഗർ, അങ്ങനെ കുറച്ച് നല്ല കിടില ആർട്ടിസ്റ്റുള്ള ഒരു സിനിമയാണ്. അതായത് ഒരു ഭയങ്കര രസമായിട്ടുള്ളൊരു കുസൃതിയുള്ള ആളായിരിക്കണം, എന്നാൽ പെട്ടെന്ന് ഗൗരവമാവണം, അങ്ങനെ ആലോചിച്ചപ്പോൾ പെട്ടെന്ന് ജാഫ്രിക്കയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പൊക്കവും എല്ലാം മരുന്നും ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ആരോ പറഞ്ഞേൽപ്പിച്ചു എല്ലാം. അതൊരു സാധനം പറഞ്ഞോട്ടെ, അത് പറഞ്ഞതാ കലാഭവമണി. ദൈവമേ ഇപ്പോൾ ഓർത്തപ്പോൾ തന്നെ അദ്ദേഹം എന്നോട് പറഞ്ഞു, ചുമ്മാ പുള്ളി ഇങ്ങനെ എൻ്റെ മീശയിൽ ഇങ്ങനെ കാണിച്ചിട്ടിരിക്കുക. അത് ഇവിടുന്ന് പുള്ളിയുടെ സുഹൃത്ത് എന്ന് പറഞ്ഞു, എഫേ ഇതിൻ്റെ ഒരു കടച്ചക്ക തന്നെ എന്നോട്, ഒരു കടച്ചക്ക എന്ന് പറയാം, കടച്ചക്ക സീസണല്ലാതെ. അപ്പോൾ ഞാൻ ചുമ്മാ ചോദിച്ചു, കടച്ചക്കയോ? നിൻ്റെ ബാഗിലെല്ലാം ഉണ്ടല്ലോ. എൻ്റെ കയ്യിൽ കൂടുതൽ ഞാൻ പറയുന്നത് എല്ലാവരുടെയും ഈ ചാർജിൻ്റെ വള്ളിയില്ലേ, ചാർജ് ചെയ്യണ കേബിളില്ലേ, അത് സി കേബിളും ആ കേബിളും ഈ കേബിളും മറ്റേ കേബിളും ഒക്കെ എൻ്റെ അടുത്തുണ്ട്. പിന്നെ കുടിലുണ്ട്, കത്രികയുണ്ട്. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കഴുത്ത് കൊടുക്കും. അപ്പോൾ പിന്നെ ചോദിച്ചാൽ പിന്നെ കൊടുക്കും. അപ്പോൾ ചുമ്മാ പുള്ളി ഒരു കടച്ചക്കാരാവും അന്ന്. അത് പറഞ്ഞ് മനസ്സിലായില്ലേ? അതുപോലെ ഇനി എന്നാ പറയാനുള്ള ശ്രീകാന്തേട്ട ഇപ്പൊ ചെയ്യുന്ന എല്ലാ കഥാപാത്രം നോക്കിയാലും ഇപ്പം ഒന്നിനൊന്ന് ഡിഫറെന്റ് ആവാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. അതല്ല ഇപ്പൊ ഈ ഇതിനകത്ത് ഞങ്ങൾ നോക്കുമ്പോഴും കുറച്ചുകൂടെ ഡിഫറെന്റ് ആയിട്ട് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് ഡെപ്തുള്ള ഒരു കഥാപാത്രമായിട്ട് ഞങ്ങൾ ഫീൽ ചെയ്തിരുന്നു. ഇമോഷണൽ ആയിട്ടുള്ള കഥാപാത്രമാണോ? വളരെ വളരെ റെലവൻ്റ് ആയിട്ടുള്ള കഥാപാത്രമാണ്. സീരിയസ് എന്ന് പറയുന്നതിനേക്കാൾ എനിക്ക് തോന്നുന്നു നമ്മൾ എപ്പോഴും സീരിയസ് അല്ലല്ലോ, വളരെ റെലവൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് എൻ്റേത്. പിന്നെ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, നമ്മളിതിനു മുമ്പും സംസാരിച്ചിട്ടില്ലല്ലേ, അപ്പോഴൊക്കെ അന്ന് ഞാൻ പറയുകയും ചെയ്തു, നമ്മളെന്തെങ്കിലും വ്യത്യാസമായിട്ട് ചെയ്യാൻ നമ്മൾ മാത്രം ആഗ്രഹിച്ചാൽ പോരാ, നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ തീരുമാനിക്കുന്നവർ ആഗ്രഹിക്കണം. അപ്പോൾ ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര ഭാഗ്യവാനാണ്. ഈ സിനിമയിൽ വിഷ്ണുവിനെ വിളിച്ചപ്പോൾ തന്നെ ആദ്യം പറഞ്ഞത്, ശ്രീകാന്തേട്ട ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, ഇതുവരെ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ ശ്രീകാന്തേട്ടൻ്റെ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള കഥാപാത്രങ്ങളെ കണ്ടതിൽ നിന്ന് വളരെ വ്യത്യാസമായിട്ട് ഇത് ചെയ്യാൻ പറ്റും, ഇത് സമ്മതിക്കുകയാണെങ്കിൽ. കാരണം വളരെ ചെറിയൊരു സിനിമയാണ്. ബൈ ഓൾ മീൻസ് ഞങ്ങളെല്ലാവരും ഒരു കുടുംബം പോലെ ഒരു വീട്ടിലൊക്കെ താമസിച്ച സിനിമയാണ്. അപ്പോൾ ഇതിൻ്റെ ബജറ്റും ഒക്കെ നമ്മളെ വളരെ കൺസ്ട്രെയിൻഡ് ബജറ്റിൽ ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ അതൊക്കെ പറയുമ്പോഴും എന്നിട്ട് ചെയ്ത് നമ്മോടൊപ്പം നിന്നാൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടൊരു കഥാപാത്രത്തെ ഞാൻ ശ്രീകാന്തേട്ടനെ കൊണ്ട് അഭിനയിപ്പിച്ച് ഞാൻ എടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ആത്മവിശ്വാസമുള്ള ഒരു സംവിധായകനും ഒരു എഴുത്തുകാരനും ഉണ്ടായി എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വളരെ ഡിഫറെൻ്റ് ആണ് ഇതിൻ്റെ കഥാപാത്രം. ഇപ്പോൾ ഈ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്, അപ്പോൾ ഇവരെല്ലാം പറഞ്ഞു കഥ അവർക്ക് അറിയത്തില്ല, അവരുടെ പാർട്ട് മാത്രമേ. തീർച്ചയായിട്ടും അവിടെ എനിക്കൊരു ലീനിയൻസി കിട്ടി. അത് ഞാനിപ്പോൾ റിവീൽ ചെയ്യണം, അതിന് ജാഫർക്ക് ഇടിക്കുമെന്ന് അറിയില്ല. എനിക്ക് കുറേ കൂടി ഞാൻ 2-3 വട്ടം ചോദിച്ച് ഞാൻ ചൂഴ്ന്നെടുത്തു ഇതെന്താണ് പരിപാടി എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ. അതായത് എത്രമാത്രം തയ്യാറാണോ അത്ര കണ്ട് സിനിമയുടെ മുഴുവൻ ഫ്ലോ ഞാൻ വിഷ്ണുവിൻ്റെ അടുത്ത് 2-3 വട്ടം ഫോണിൽ ചോദിച്ചു. ഫോണിലാണ് സംസാരിച്ചത്. ആ കോവിഡ് ടൈമിലൊക്കെയാണ്, അപ്പോൾ സെക്കൻഡ് വേവിൻ്റെ സമയത്താണ്. അപ്പോൾ ഞാൻ മാക്സിമം എന്താണ് പരിപാടി എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അഭിനയിച്ചത് അങ്ങനെ തന്നെയാണ്. എനിക്ക് ഈ സിനിമയുടെ മുഴുവൻ കഥയും അറിയാം, പക്ഷേ ഞാൻ പറയില്ല. അറിയാം അതെന്നറിയാം. അല്ലല്ല ചതിച്ചല്ല, ഒരു ഡയറക്ടർ ഇതും അതും അങ്ങനെയാണല്ലോ. അതൊരു അവിഹിത ബന്ധം, നല്ല ബന്ധമല്ലേ അങ്ങനെയൊക്കെ. ജാഫ്രിക്കയുടെ പ്രശ്നം 150 പടം ഉണ്ടെങ്കിൽ 151 സിനിമയിലും പോയി അഭിനയിക്കും, എല്ലാവർക്കും ഡേറ്റ് കൊടുക്കും. നമ്മളതല്ല, നമ്മളൊരു സിനിമ നമുക്കങ്ങനെ കിട്ടുന്നുള്ളൂ തന്നെ കേട്ടോ. അപ്പം നമുക്ക് ആ സാവകാശം കിട്ടിയത് വ്യത്യസ്തമായിട്ടുള്ള പരിപാടി ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഉണ്ടായ സന്തോഷം. ജാഫ്രിക്ക ഇത് പറയുമ്പോഴേ ഇപ്പോൾ സാർ പറഞ്ഞു കുറേ പടത്തിൽ ഒന്നിച്ച് അഭിനയിക്കുന്നു, ഒന്നിച്ച് പ്രൊമോഷൻ ചെയ്യേണ്ടി വരുന്നു, അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ജാഫ്രിക്ക വേറൊരു പടത്തിൽ നിന്നും അതിൻ്റെ പ്രൊമോഷന് വരാതെ വേറൊരു ഫംഗ്ഷന് ചെന്നതായിട്ട് അറിഞ്ഞു. അപ്പോൾ അവിടെ ആ ഇഷ്യൂ സംസാരിക്കുകയും അതൊരു വിവാദമായി മാറുകയും ചെയ്തായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ തിരക്കിട്ട് ഈ ഒരു ലൊക്കേഷനിലേക്ക് അത് പ്രൊമോഷനിലേക്ക് അങ്ങനെ പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ വിവാദങ്ങളിൽ ചെന്ന് ചാടാനുള്ള ചാൻസ് കൂടുതലല്ലേ? എനിക്കാ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിവാഹം കഴിഞ്ഞു പോയില്ലേ. പിന്നെ നമ്മൾ ഏത് വിവാഹത്തിൽ ചാടിപ്പിച്ചാലും ഇതിലുള്ള പോലും സത്യമുള്ളേ.
സത്യം വേണം അതിനകത്ത്. മോനെ ഞാൻ കുറച്ചു പറഞ്ഞില്ല, സത്യം വേണം. പറയുന്ന ആൾക്കാർ സത്യം പറയണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ. സത്യമല്ല ഈ പറഞ്ഞത് എന്നെക്കുറിച്ചൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കി. നുണ പരിശോധന, നാർക്കോ അനാലിക്ക്, ഇതൊക്കെ ചെയ്യാൻ കൊള്ളാം. 54 വയസ്സായി എനിക്ക്. ഇപ്പം മുട്ടിനൊക്കെ പെയിൻ തുടങ്ങി. ഇതൊക്കെ അതിലും വലിയ സംഭവം ആന മറിഞ്ഞു വന്ന അന്നേരം ഈ ചെറിയ പ്രാണികൾ ഇതിലൂടെ പറഞ്ഞും കൂടെ പോവുള്ളൂ. ആരെങ്കിലും പറഞ്ഞു അതൊക്കെ നമ്മൾ കേട്ടോണ്ടിരുന്നല്ലേ. നമുക്ക് ഇത് എടുപ്പത് പണിയില്ല മോനെ. നമ്മൾ അയലോക്കത്തെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ തിരക്കണം നമ്മൾ. അത് തന്നെ കൊള്ളുകയുള്ളൂ. നമ്മുടെ വീട്ടിൽ നമ്മുടെ കുടുംബമുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. അതിന് എന്തെങ്കിലും അരിയും മത്സ്യം മേടിച്ചു കൊടുക്കുക. തൊട്ട അയലോക്കത്തെ വീട്ടിൽ പട്ടിണി നടക്കുന്നതെന്ന് തിരക്കുക. അല്ല അവിടുത്തെ പ്രശ്നങ്ങൾ എടുത്തിട്ട് നമ്മൾ പെരുമാറുമല്ലോ. വേണ്ടേ അവിടെ പട്ടിണിയുണ്ടോ? ഉണ്ടെങ്കിൽ ഇച്ചിരി സഹായിക്കണം. അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ ഇവിടെ കേട്ടാൽ ഇവിടെ മുകളിലിരിക്കാം. കേരള ക്ലാസ്സിൽ ചെന്നപ്പോൾ ആരെ ചോദിച്ചപ്പോൾ അങ്ങനെയല്ല പറഞ്ഞു. കേരള ചാനലിനോട് ചോദിച്ചു എന്തോ വലിച്ച് ഷൂ പറഞ്ഞു തന്നു. അപ്പോൾ ആരെങ്കിലും എന്തിലും അറിയിട്ടെന്ന് ഇവിടെ കേട്ടിട്ട് ഇവിടെ പറഞ്ഞു വിട്ടാൽ നമുക്ക് ഒത്തിരി പണികളുണ്ട്. അങ്ങനെയൊന്നും നമ്മളില്ല. കൊള്ളൂലാത്തതൊന്നും നമ്മളെ വയ്ക്കല. നല്ലോണ്ട് പറ മോൻ പറയാം എവിടെയെങ്കിലും എന്തെങ്കിലും കഷ്ടപ്പാടെന്ന് പറയാം. 1000 രൂപ 1000 രൂപ കൊടുക്കാം. അതൊക്കെ പറയാം കേട്ടോ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ. വേറെ തന്നെ അപ്പോഴും നമുക്ക് പറയാനുള്ള മാങ്കോ മുറി. ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ പിള്ളേർ ചോദിച്ചപ്പോൾ എന്നാ മാങ്കോ മുറി? ഒരു മാങ്ങ എടുത്തിട്ട് 4 ആയിട്ട് കീറിട്ട് അതിൽ ഒരു മുറി. അതാണ് മാങ്കോ മുറി. ഞാൻ എൻ്റെ പിള്ളേരോട് പറഞ്ഞു എനിക്കറിയില്ല മാങ്കോ മുറി. അപ്പം മാങ്കോ എന്ന് പറഞ്ഞാൽ എന്താ? മാങ്ങ. ആ പിള്ളേർ ചോദിച്ചു, എൻ്റെ മോള് ചോദിച്ചു. തിരക്കും അവരെ ഇൻസ്റ്റയും ഫേസ്ബുക്കൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ഞാനല്ല. ഞാനൊരു ഫേസ്ബുക്ക് കൈകാര്യം ചെയ്താൽ ഏതോ ലോകത്തേക്ക് എന്തോ പോയി അന്ന് നിർത്തി. എന്നിട്ട് മോളോ കൈകാര്യം ചെയ്യണം. അപ്പം മോളിനോട് ചോദിച്ചു എന്നാ കുറിച്ച് മാങ്കോ മുറി എന്തെങ്കിലും അവളെ പഠിച്ച കുട്ടിയൊക്കെ അല്ലേ. അത് ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു. അപ്പോൾ അവ ചോദിച്ചു അത് എന്നാ കുറിച്ച് ചോദിച്ചിട്ട് അതേ പിള്ളേരോട് അങ്ങനെ പറയണ്ട. മേലോട് അങ്ങനെ എന്നിട്ട് എന്ന് പറയും മാങ്കോ മുറി. ചേട്ടാ അതെ ഞാൻ ഇച്ചിരി തിരക്കില്ല. അപ്പം ഞാൻ ഒരു കാര്യം ചെയ്യണമെന്നേ ഉള്ളൂ. ഞാൻ ചമ്മണ്ടല്ല. അപ്പം ഞാനിത് പിള്ളേരോട് പറഞ്ഞു. അത് ടച്ചിൽ ഇത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു 4 ആക്കി ഒരു മാങ്ങ എടുത്തിട്ട് 4 ആക്കി കീറുക, ഒരു മുറി മാറ്റി വയ്ക്കുക. ആ ഒരു മുറിയാണ് മാങ്കോ മുറി. അതേ എനിക്കറിയാവുള്ളൂ. പക്ഷേ ഈ മാങ്കോ മുറി എന്താണെന്നുള്ള കാര്യം ഇവിടെ ഇരിക്കുന്ന ഇദ്ദേഹത്തിനറിയാം. പിന്നെ കൈക്കൂലി കൊടുത്ത് കഥ കേട്ട അദ്ദേഹത്തിനറിയാം. പിന്നെ എഴുതിയ ഇദ്ദേഹത്തിനറിയാം. ദൈവം തമ്പുരാനും അറിയാം. 4 പേർക്ക് അപ്പം മാങ്കോ മുറി അറിയാവുള്ളൂ. അങ്ങനെ ഇതിനെ മണമ്പൂര് ഇവരെന്നെ അല്ലെങ്കിൽ എന്താ ഈ വിളിച്ചു വന്നു അഭിനയിച്ചു അങ്ങനെയല്ലേ? അത്രയല്ലേ ഉള്ളൂ. അത് ഞങ്ങൾ പക്ഷെ ഞാൻ ഒന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ആളോട് പറയാതെ. അവിടെ ഒരു പൊളി ചടിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അതാണ് ജാഫ്രിക്ക മലയാള സിനിമയിൽ തന്നെ ഒരുപാട് 150 സിനിമകളോളം അഭിനയിച്ചത്. അപ്പം കുറെ സിനിമകൾ എത്ര പണം എത്ര പറഞ്ഞു? 200 കഴിയട്ടെ 250 കഴിയട്ടെ എണ്ണിക്കോളൂ കേട്ടോ. എണ്ണി എടുത്തിട്ട് പഠിച്ചില്ല. അപ്പം കറക്റ്റ് അറിയാം. അത്രയൊന്നും അല്ല കേട്ടോ. അതിനൊക്കെ മുകളിൽ ഒത്തിരി പോയി. തീർച്ചയായും. അപ്പോൾ അതിൽ കൂടുതൽ സിനിമകളുണ്ടെങ്കിൽ ഏറ്റവും സന്തോഷം. അപ്പം അത്രയും സിനിമകൾ മലയാള സിനിമയിലെ എല്ലാ സീനിയേഴ്സുമായിട്ട് അവർ കൂടെ അഭിനയിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. വലിയ ഡയറക്ടേഴ്സിൻ്റെ കൂടെ അഭിനയിക്കാൻ അവരുടെ ഡയറക്ഷനിലായാലും അഭിനയിക്കാനൊരു അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പം താങ്കൾ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമയിൽ വേണ്ടെന്ന് വെക്കാം, അല്ലെങ്കിൽ എനിക്ക് ഇന്ന റോൾ ഇതേപോലെ കിട്ടണം എന്ന് വേണമെങ്കിൽ ഡിമാൻഡ് ചെയ്യാം. പക്ഷെ അങ്ങനെ ഒന്നും ചെയ്യാതെ തന്നെ എനിക്കൊരു ഒരു സീനാണെങ്കിൽ പോലും അഭിനയിക്കാൻ തയ്യാറായിട്ടൊരു ആക്ടറാണ് താങ്കൾ. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ എനിക്ക് വേണമെങ്കിൽ കരിയറിൽ നല്ലൊരു ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആക്ടറായിരുന്നു. വേണമെന്ന് വെച്ചാൽ വേറൊരു ലെവലിൽ തന്നെ കാണാൻ പറ്റുന്ന ഒരു ആക്ടറാണ്, സീനിയർ ആക്ടറാണ് താങ്കൾ. പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒന്നും പോവാതെ എനിക്കിത് മതി, ഇങ്ങനെ ഒരു ജീവിതം മതി തീരുമാനിക്കാതെ? കുറിക്കപ്പെട്ടത് വിധിക്കപ്പെടുള്ളൂ. അതാണ് ഒറ്റ അത്രേ ഉള്ളൂ. കുറിക്കപ്പെട്ടത് വിധിക്കപ്പെടും. എനിക്ക് കുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആ കുറിച്ച് വെച്ചിട്ടുണ്ട് പറയണമെങ്കിൽ ഞാൻ ആരാ അത് പറഞ്ഞിരിക്കുന്നത്? ആ പറഞ്ഞ ആളുമായിട്ടാണ് ബന്ധം. എനിക്ക് ആ ആളുമായിട്ടാണ് ബന്ധം. അത് ജീവിതത്തിലെ ഏറ്റവും വലിയ ബന്ധം ആ പറഞ്ഞ വ്യക്തിയായിട്ടാണ്. അല്ലാതെ ഈ അവിടെ എവിടെയും കിടന്ന് ആരെങ്കിലും കൂടെ കുറച്ചുകൊണ്ടിരുന്ന അതൊന്നും കേട്ടുകൊണ്ടിരിക്കുന്ന ആളല്ല ജാഫ്രിക്ക്. അപ്പം ദൈവം എന്ന് പറയുന്ന ആൾ കുറിക്കപ്പെട്ടിട്ടുണ്ട്. ഇരിക്കുന്ന എല്ലാവർക്കും കുറിച്ച് വെച്ചിരിക്കുക വിശ്വാസമുള്ളവർക്ക്. അത് നമുക്ക് വിധിക്കപ്പെടും. എനിക്ക് എൻ്റെ അന്നത്തെ പേരെഴുതിയിട്ടുണ്ടെങ്കിൽ എനിക്കത് കിട്ടുന്നേ. ഈ പിടിച്ചു പറിച്ചു മേടിക്കണ്ട, ഒന്നും വേണ്ട. ഞാൻ ആരോടും ചാൻസ് ചോദിക്കുന്നൊന്നുമില്ല, ഒന്നുമില്ല. ഇപ്പം വരെ മോനെ ഒന്നാമത് വെള്ളത്തിലെ കൊമളയാണ് ഈ ആർട്ടിസ്റ്റുകളും സിനിമാക്കാരും ഒക്കെ ആയിട്ട്. അത് കുറേ ആൾ ഇങ്ങനെ കറങ്ങി കിടക്കും. അത് പൊട്ടിപ്പോയതാണ്. അതിന് പുറകിൽ കുറേ കൊമളകളൊന്നും വരും. അതിങ്ങനെ കയറി വരുമെന്ന് നമുക്കൊരു ചിന്താഗതി വേണം. നമ്മളിലും കഴിവുള്ള ആളുകൾ നമ്മുടെ പുറകിലുണ്ട്. ഇതിനകത്ത് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല, എത്തിപ്പെടുത്തുന്നില്ല.
ആ എത്തിപ്പെടുത്താത്ത ആൾക്കാരാണ് കുറച്ച് മുമ്പ് പറഞ്ഞ് എന്താ പറഞ്ഞത്? അങ്ങനെ പറയും. അതാണ് അമ്പിളി പറഞ്ഞില്ലേ, എൻ്റെ കൂടെ അഭിനയിക്കാൻ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്, ഭയങ്കര ഇതാണ്, മറ്റാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞില്ലേ. എൻ്റെ ദൈവത്തിലാണ് സത്യം കേട്ടോ. ഞാനിപ്പോൾ കേൾക്കുക ആരോ ഒക്കെ പറഞ്ഞുണ്ടാക്കുന്നതാണ്. അപ്പോൾ ആരോ ഒക്കെ പറഞ്ഞുണ്ടാക്കുന്നതല്ല, നമുക്ക് കുറേ ആത്മാർത്ഥ സുഹൃത്തുക്കളും സ്വന്തം ബന്ധം മറ്റവരൊക്കെയാണ്. എനിക്ക് സുഹൃത്തുക്കളുണ്ട്, അവർ സുഹൃത്തുക്കളാണോന്ന് എനിക്കറിയാൻ പാടില്ല. നമ്മളങ്ങനെ പോകാറുണ്ട്. അത് നിശ്ചയം ദൈവമാണ്, അത് വിശ്വസിച്ച് പോകുന്ന ആ ആൾ തകർത്ത് കഴിഞ്ഞാൽ ഞാൻ തകർന്നു പോകും. അല്ലാതെ ഈ ലോകത്തിലെ ഒരു മനുഷ്യൻ തകർത്താൽ ഞാൻ തകരില്ലാണ്. അത്രയുള്ള എൻ്റെ മറുപടി. അപ്പോൾ ഞങ്ങളുടെ പടം കാണണം. എൻ്റെ തകർച്ചയും ഇതൊന്നുമല്ല. അവരുടെ സിനിമ ഞങ്ങളുടെ മാങ്കോ മുറി ഒറ്റ കഷ്ണം മാറ്റി വെച്ചില്ലേ, ആ സാധനം എന്നെ അതൊന്ന് നോക്കാം. അത് നല്ല പഴുത്താണോ ഉപ്പുള്ളതാണോ പുളിയുള്ളതാണോ? ലാലി മേളത്തിൽ ഇല്ല, എനിക്കങ്ങനെ തോന്നുന്നില്ല. കാരണം ഒരൊറ്റ നിലപാടുള്ള ആൾക്കാരല്ലല്ലോ സിനിമ എടുക്കുന്നത്. എപ്പോഴും നമ്മളും നമ്മുടെ നിലപാടിൽ തന്നെ. എനിക്കിതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം നിലപാടുള്ള ഒരു നടി എന്നുള്ള ഒരു പേരിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും അറിയപ്പെടുന്നതും ഇതുവരെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. അതിൻ്റെ പേരിൽ എനിക്ക് അങ്ങനെ ഒരു ചാൻസ് കുറയാൻ ചാൻസ് ഇല്ലെന്ന് തോന്നുന്നു. പിന്നെ എൻ്റെ അഭിനയമൊക്കെ കണ്ടിട്ട് ചിലപ്പം കൂടാനും കുറയാനും ഒക്കെ അങ്ങനെയുള്ളൂ. അല്ലാതെ നിലപാടും നമ്മുടെ ജോലിയും നിലപാടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് എനിക്ക് പ്രത്യേകിച്ചും ഈ സിനിമ ഫീൽഡിൽ അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ തോന്നിയിട്ടില്ല. ഇനി എങ്ങനെയാണെന്നറിയില്ല. പക്ഷേ എൻ്റെ നിലപാടുകളിൽ ഞാൻ എപ്പോഴും ഉറച്ച് നിൽക്കുക തന്നെ ചെയ്യും. മനസ്സിലായില്ല. അല്ല, അത് ഇപ്പം ഞാൻ നമ്മൾ സമൂഹത്തിലുള്ള കഥാപാത്രങ്ങളല്ലേ നമുക്ക് കിട്ടുന്നത്. അതിൽ ചിലപ്പോൾ ആ കഥയ്ക്കനുസരിച്ച് ചിലപ്പോൾ നമുക്ക് ആ കഥാപാത്രങ്ങൾക്ക് ചിലപ്പോൾ ഒരു നിലപാട്, ഇപ്പം ഞാൻ ഒരു ഭയങ്കര സ്ത്രീവിരുദ്ധയായ അല്ലെങ്കിൽ ഒരു കുലസ്ത്രീയായിട്ടൊക്കെ വേഷത്തിൽ അഭിനയിക്കേണ്ടി വന്നേക്കാം. പക്ഷെ അത് എൻ്റെ ലൈഫിൽ ഞാൻ അല്ലെങ്കിൽ ആ കഥയെ അത് മുന്നോട്ട് നയിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതാണ് ശരിയെന്ന് അത് പറയുന്നുണ്ടെങ്കിൽ എനിക്ക് ആ എഴുത്തുകാരോട് വേണമെങ്കിൽ പറയാം. പക്ഷെ അത്രയൊന്നും ഒരു സ്വാധീനം ചെലുത്താനുള്ള കഴിവ് പോലും ആയിട്ടില്ലാത്ത ഒരാളെന്ന നിലയ്ക്ക് ആ ഒരു സ്വാധീനം ചെലുത്താനുള്ള ഒരു ഇതിലേക്ക് ഞാൻ ആ ഒരു നിലയിലേക്ക് എത്താനുള്ള ഒരു ശ്രമമെങ്കിൽ ഞാൻ നടത്തും. പക്ഷെ അതുവരെ ഇതുപോലത്തെ ഉള്ള ആൾക്കാരൊക്കെ ഉള്ളതാണ് നമ്മുടെ ലോകമെന്ന് മനസ്സിലാക്കി എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ നിലപാടുകൾ തുടരുകയും സിനിമയിൽ പരമാവധി കിട്ടുന്ന വേഷങ്ങളൊക്കെ അഭിനയിക്കുകയും ചെയ്യും. അതെ. എങ്ങനെ? തീർച്ചയായിട്ടും ഉണ്ടാകും, ഒരു ആത്മസംഘർഷം ഉണ്ടാകും. പിന്നെ പലപ്പോഴും ഈ ഷോർട്ട് ഫിലിമിലൊക്കെ ഞാൻ അവരുമായിട്ട് ഇങ്ങനെ സംസാരിക്കാറുണ്ട്. നമുക്കതൊന്നും ഇങ്ങനെ ആക്കാൻ പാടില്ല അല്ലെങ്കിൽ അതൊന്നും മാറ്റാൻ പാടില്ല എന്നൊക്കെ. അതൊന്നും എനിക്കതിനുള്ളൊരു കഴിവൊന്നും ആയിട്ടില്ല എന്നാണ് ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നത്. അങ്ങനെ ആകുന്ന ഒരു അവസരം ഉണ്ടാകുമായിരിക്കണം. സിനിമയിലൊക്കെ ഉണ്ടാകുമ്പോൾ എനിക്കിത് അങ്ങനെ ശക്തമായി തന്നെ പ്രതികരിക്കും. പക്ഷെ നമ്മുടെ ഈ എങ്ങനെ ഇല്ല, ഒന്നുമില്ല. ഇതിൻ്റെ അകത്തുള്ളത് എനിക്ക് അഭിനയിക്കാനുള്ള മോഹം മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ സിനിമയിൽ സ്വീകരിക്കുന്നത് അങ്ങനെ ഞാനിപ്പോൾ നോക്കാറുള്ളൂ. സത്യത്തിൽ സിനിമയിൽ അഭിനയിക്കാനുള്ള ഒരു അവസരം കിട്ടുക, അത് കൂടുതൽ നല്ലതാക്കുക വീണ്ടും. കാരണം എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് കിട്ടുന്നത് എന്തുവാണ്. അപ്പം അത് മാത്രമാണ് എൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. കാരണം നമുക്കൊന്ന് ഒരു കാലം ഉറപ്പിക്കണം. ആദ്യം നമുക്കൊരു നിലപാടുണ്ടാവണം, നിലപാട് നിൽക്കാനുള്ള ഒരു വേദി ഉണ്ടാവണം. എന്നിട്ട് നമ്മൾ സംസാരിച്ചിട്ട് തന്നെ കാര്യമുള്ളൂ. അപ്പം തീർച്ചയായിട്ടും ഞാനിപ്പോൾ എൻ്റെ ഇതെന്ന് പറയുന്നത് നല്ല റോളുകൾ കിട്ടാനുള്ളതായിരിക്കും. ഞാൻ ആദ്യമായിട്ടാണ് അതെടുന്ന് വെച്ചാൽ ജിയോ ബേബിയുടെ ഒരു ആന്തോളജിയിൽ നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതിനുശേഷം ജനങ്ങളെല്ലാം ഒരു മുഖ്യധാരാ സിനിമയിൽ ആദ്യമായിട്ടാണ്. അപ്പം അത് കൂടുതൽ എനിക്ക്
കൂടുതൽ എൻ്റെ നിലപാടുകൾ കൂടുതൽ ശക്തമാകാനും ഒക്കെ ഈ സിനിമ കൊണ്ട് എനിക്ക് സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സിനിമ, അങ്ങനെ ഒരു ഇതിലേക്ക് ഞാൻ എത്തും. പാഠപുസ്തകത്തിൽ മയിൽ പീലി വെച്ചു കൊണ്ട് പീലി പെറ്റ് കൂട്ടുമെന്ന് നീ പറഞ്ഞു പണ്ട്. ഉപ്പു കൂട്ടി പച്ചമാങ്ങ നമ്മളെത്ര തിന്നു. ഇപ്പോഴാ കഥകളെ നീ അപ്പടി മറന്നു. ഓത്തുപള്ളിയിലന്നു നമ്മൾ പോയിരുന്ന കാലം ഓർത്തു കണ്ണീർ വാർത്തു നിൽക്കയാണ് നീല മേഘം. അത്രമേ പാട്ട്. പിന്നെ എല്ലാവർക്കും ഞാൻ പറഞ്ഞില്ലേ, ആദ്യം പറഞ്ഞ ഒറ്റ കാര്യമാണ്, മതം, ദേശം, ഭാഷ, രാഷ്ട്രീയം ഒന്നുകൊണ്ട് കൂട്ടിക്കുഴയ്ക്കാതെ വിശ്വാസമുള്ളൊരു ദൈവത്തെ വിശ്വസിക്കുക, നല്ലത് ചെയ്യുക. മമ്മൂക്ക എന്നുള്ള കയ്യൊപ്പിൽ പറഞ്ഞൊരു വാചകം, നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക, അപ്പം നന്മയെ വരുള്ളൂ. ആ ഒരു സംഭവത്തിലേക്ക് എല്ലാവരും വരിക. അപ്പം പറയാൻ മനസ്സിലായില്ലേ, ഞങ്ങളുടെ സിനിമ കാണുക. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും പുതുവത്സരാശംസകൾ. വെറൈറ്റി ആയിട്ട് കുടിച്ചു. പുതുവത്സരാശംസകൾ എല്ലാവർക്കും.